മഞ്ചേശ്വരത്ത് കളമൊരുക്കി കാത്തിരുന്നവർക്ക് 8ന്റെ പണി നൽകിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. തന്ത്രം മെനഞ്ഞു കളിച്ച കളിക്ക് ഹൈക്കോടതിയിലെ കേസ് കൂടി കൂടെ നിന്നപ്പോൾ മഞ്ചേശ്വരത്ത് ഇനി എന്ത് നടക്കണമെന്ന് വിചാരിക്കാൻ കെ സുരേന്ദ്രൻ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. അർത്ഥവത്തായ രാഷ്ട്രീയ നീക്കത്തിലൂടെ മുന്നേറ്റം നടത്തിയ ഈ ചങ്കൂറ്റം ചിലപ്പോൾ തോൽക്കാനും സാധ്യതയുണ്ട്. എന്നാലും ഈ മുന്നേറ്റം രാഷ്ട്രീയത്തിൽ നടന്ന ഒരു ചേരിതിരിവ് നാടകമല്ല, മറിച്ച് ആലോചനയിലൂടെ കൊണ്ടുപോയ ഒരു കണക്കുകൂട്ടലുകൾ. കോടതി ഇന്ന് കെ സുരേന്ദ്രനോട് ഈ കേസിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് 2 ദിവസം വേണമെന്ന് പറഞ്ഞത് രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷയുമായി മഞ്ചേശ്വരത്തെ കുറിച്ച് ഒരു കൂടിക്കാഴ്ച നടത്തും. കൃത്യമായ പദ്ധതിയോടെ കെ സുരേന്ദ്രൻ കോടതിയിലെത്തും. രണ്ടും കൽപ്പിച്ച് ചിലപ്പോൾ കേസ് ഒത്തുതീർപ്പാക്കും, പിൻവലിക്കും. എന്തിനെന്ന് വെച്ചാൽ മഞ്ചേശ്വരത്തേക്കുള്ള ഒരു മരണമാസ് എൻട്രിക്ക് വേണ്ടി. തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേശ്വരം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഊർജം കൂട്ടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് മഞ്ചേശ്വരം. കാരണം കേരളത്തിൽ നിയമം കഴിച്ചു കഴിഞ്ഞാൽ മറ്റെവിടെയും BJPക്ക് അടിവേരില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മഞ്ചേശ്വരത്ത് 2016 കെ സുരേന്ദ്രൻ പിന്നിലോട്ട് പോകുന്നത് 89 വോട്ടുകൾക്കാണ്. മരിച്ചവരുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന കെ സുരേന്ദ്രന്റെ പരാതിയിൽ വിമർശനങ്ങൾ കെ സുരേന്ദ്രൻ കോടതിയിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന് താനാണ് അവിടെ വിജയിച്ചതെന്ന് ആർജവത്തോടെ പറഞ്ഞ് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ഈ കരുനീക്കം ഒരിക്കലും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിൽ കൃത്യമായ പദ്ധതിയോടെയാണ് 2016 തെരഞ്ഞെടുപ്പ് നേരിടാൻ BJP വരുന്നത്. BJPക്ക് കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വേണം. അത് ഒരാൾക്ക് പോലും നൽകാനാവാത്ത രീതിയിലുള്ള നല്ല കിടുക്കാച്ചി സ്ഥാനാർത്ഥി. അതാണ് കെ സുരേന്ദ്രൻ. ഒന്ന് തന്നെ പറയാം, കെ സുരേന്ദ്രന് ബദലായി ഒരു BJPയുടെ സ്ഥാനാർത്ഥി പോലും അവിടെ എത്താൻ സാധ്യതയില്ല, ഒരിക്കലും വരികയുമില്ല. കാരണം മഞ്ചേശ്വരത്തെ കലക്കിക്കുടിച്ച് അറിഞ്ഞവനാണ് കെ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലെ ആ ഒരു വിജയത്തിലേക്ക് BJPയെ കൊണ്ടുപോകാൻ കുറച്ചെങ്കിലും സുരേന്ദ്രന് സാധിച്ചത്. പക്ഷേ എതിരാളി കരുത്തനായ അബ്ദുൾ റസാഖായിരുന്നു, ജനകീയനായിരുന്നു, പാവപ്പെട്ടവരുടെ അത്താണിയായിരുന്നു, കണ്ണീരൊപ്പാൻ വരുന്നവർക്ക് തന്റെ ഹൃദയം പറിച്ചു കൊടുത്ത ഒരു കടുത്ത ധീര രാഷ്ട്രീയ പ്രവർത്തകൻ, ജനമനസ്സറിഞ്ഞ നന്മയുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ. അങ്ങനെയുള്ള ഒരു നേതാവിനെ നേരിടുമ്പോൾ BJPക്ക് ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. ആ കണക്കുകൂട്ടലുകൾ 89 വോട്ടുകൾക്ക് മുന്നിൽ പതറിപ്പോയപ്പോൾ മഞ്ചേശ്വരം കാത്തിരിക്കുകയാണ്. എന്ത് നടക്കും? 2 ദിവസം കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ കോടതിയോട് ഈ കേസ് വേണ്ട എന്ന് പറഞ്ഞാൽ തന്നെ മഞ്ചേശ്വരം കാണാൻ വേണ്ടി പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇന്നോളമില്ലാത്ത വലിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാത്തിരിക്കാം ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി. കേരളം കാണാത്ത, കേരളം ഇന്നിതുവരെ അറിയാത്ത, ഇനി കാണാൻ വേണ്ടി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.